ഹലോ ഗുഡ് മോർണിംഗ്. ഇന്ന് മുറ്റത്ത് നല്ല ഇല ഉള്ളതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ഒന്ന് അടിച്ചു വാരി കേട്ടോ. സാധാരണ എല്ലാ വീട്ടിലും ഒരു പ്രാവശ്യമാണ് അടിച്ചു വാരുക. അച്ഛന് മുറ്റത്ത് ഇല വീഴുന്നതേ ഇഷ്ടമല്ല. അതുകൊണ്ട് അച്ഛൻ ഒരു ദിവസം 4 5 പ്രാവശ്യമൊക്കെ അടിച്ചു വാരും. എപ്പോഴും മുറ്റത്ത് നോക്കിയാൽ എപ്പോഴും ഭയങ്കര ക്ലീൻ ആയിരിക്കും. അച്ഛന് ഇല ഉള്ളത് ഇഷ്ടേ അല്ല. അടിച്ചു വാരി കഴിഞ്ഞപ്പോഴാണ് അച്ഛൻ പറഞ്ഞ, മോളെ നമുക്ക് കുറച്ച് മാങ്ങ പറിക്കാം പഴുപ്പിക്കാൻ വേണ്ടിയിട്ടെന്ന്. പൂവിട്ട അന്ന് മുതൽ അച്ഛൻ ഇങ്ങനെ നോക്കിക്കൊണ്ടേയിരിക്കും കേട്ടോ, എത്ര മാങ്ങ ഉണ്ട്. അച്ഛൻ ചിലപ്പോൾ എണ്ണാറൊക്കെ ഉണ്ട് മാവിൽ എത്ര മാങ്ങ ഉണ്ട് എന്നൊക്കെ ഉള്ളത്. ചിലപ്പോൾ അമ്മ ഇങ്ങനെ കളിയാക്കാറുണ്ട്, നമ്മളില്ലെങ്കിലും അച്ഛന് മാങ്ങേനാണ് ശ്രദ്ധ കൂടുതലെന്ന് പറഞ്ഞിട്ടൊക്കെ. അത് തമാശയാണ് കേട്ടോ. അങ്ങനെ അച്ഛൻ മോനെ കൊണ്ടാണ് താഴെയുള്ള കുറേ മാങ്ങ താഴോട്ട് തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അച്ഛൻ മോനെ കൊണ്ട് പറപ്പിക്കുന്നതാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്നിട്ട് അച്ഛൻ തന്നെ അതെല്ലാം ഓരോ മാങ്ങ എടുത്ത് തുടച്ച് വൃത്തിയാക്കിയിട്ടാണ് അച്ഛൻ പഴുപ്പിക്കാൻ വെക്കാറൊക്കെ. കുറച്ച് ഈ പ്രാവശ്യം നമ്മൾ അച്ചാറിടുകയൊക്കെ ചെയ്തു. അപ്പം അച്ഛൻ ഒരു കൊക്ക കൊണ്ടുവന്നിട്ട് പറിക്കുകയാണ് എല്ലാം. അച്ഛൻ ഒന്നിനും നമ്മളെ വിളിക്കാറില്ല പറിക്കാനോ, ഒന്നിനും അച്ഛൻ വിളിക്കാറില്ല. അച്ഛൻ തന്നെ പറിക്കും, അച്ഛൻ തന്നെ തുടച്ച് ഇതാക്കിയിട്ട് സെറ്റാക്കി വെക്കും. എന്നിട്ട് കഴിക്കുന്നത് മാത്രം നമ്മൾ. അച്ഛൻ അങ്ങനെ കഴിക്കാൻ നിൽക്കാറില്ല, എല്ലാം അരിഞ്ഞിട്ട് നമുക്ക് കൊണ്ടുതരികയാണ് ചെയ്യുക. അപ്പോൾ കുറച്ച് മാങ്ങ പറിച്ചത് ഞങ്ങൾ മുറ്റത്തുള്ളത് കൊണ്ട് അതൊക്കെ എടുത്ത് ഇങ്ങനെ വെക്കുകയാണ്. അതിൽ നല്ല പുളിയുള്ളൊരു മാങ്ങയാണിത്. അപ്പം ഒന്ന് വിചാരിച്ച് ലൈവായിട്ടൊന്ന് കടിച്ച് കഴിക്കാമെന്നുള്ളത്. അപ്പം മോനിങ്ങനെ നോക്കുന്നുണ്ട്. മോന് ഈ ഉപ്പും മുളകും വെളിച്ചെണ്ണയൊക്കെ ഇട്ട് നമ്മൾ കുട്ടിക്കാലത്ത് കഴിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാറില്ല, കാരണം നമ്മൾ ആ പ്രായം കഴിഞ്ഞ് വന്നതല്ലേ. അപ്പം ഞാനത് കുറച്ച് മുളകും ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. അച്ഛൻ മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനതൊന്ന് കഴുകിയിട്ട് പെട്ടെന്ന് കഴിക്കാൻ എന്തോ ഒരു ആഗ്രഹം. പണ്ട് കാലത്തല്ലേ നമ്മൾ ഈ പച്ചമാങ്ങയൊക്കെ കഴിക്കാറ്. ഒരു പ്രായം കഴിഞ്ഞ് നമ്മളത് കഴിക്കാൻ നമുക്ക് തോന്നാറില്ല. അയ്യോ ഇതെങ്ങനെയാണ് കഴിക്കുക എന്നാണ് നമ്മൾ ചിന്തിക്കാറ്. അച്ഛനിപ്പം പറയും, അയ്യോ മോളെ ഇതെങ്ങനെയാണ് ഈ മാങ്ങ പുളിയുള്ളത് കഴിക്കുന്നതെന്ന്. പക്ഷേ അച്ഛൻ്റെ കുട്ടിക്കാലത്ത് അച്ഛൻ അസലായിട്ട് കഴിച്ചിട്ടുമുണ്ട്. അങ്ങനെ ഞാനത് കഴിച്ചിട്ട് നല്ല പുളിയുള്ള മാങ്ങയാണ്. ഞങ്ങളത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അച്ഛൻ ഇങ്ങനെ മാങ്ങയൊക്കെ പറിച്ച് ഓരോന്നായി എടുത്ത് ഭയങ്കര സൂക്ഷ്മതയോടെ കേട്ടോ എല്ലാം ചെയ്യുക. എന്നിട്ട് അച്ഛൻ ഇങ്ങനെ കാണിച്ചു തരികയാണ് എനിക്ക് മാങ്ങേൻ്റെ ഇതൊക്കെ. എന്നിട്ട് അച്ഛൻ തന്നെയാണ് എല്ലാം ചെയ്യുക. ഓക്കെ.